വിവാദ പരാമർശവുമായി അമേരിക്കയുടെ പുതിയ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. രണ്ടാം ഊഴത്തിൽ വിവാദ തീരുമാനങ്ങളും പ്രസ്താവനകളുമായി ട്രംപ് മുന്നോട്ട് പോവുകയാണ്. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൻ്റെ പേരിൽ മുൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഏറെ പഴികേട്ടു. ബൈഡനെ തോൽപ്പിക്കും വിധമാണ് ട്രംപിൻ്റെ പരാമർശങ്ങൾ. ഗസയിലെ വംശഹത്യ ശുദ്ധീകരണ പ്രവൃത്തിയാണെന്നാണ് ട്രംപ് പറയുന്നത്. അതിതീവ്ര സയനിസ്റ്റ് പ്രസ്താവനകളാണ് ഒന്നിനു പിറകെ ഒന്നായി ട്രംപ് വർഷിച്ചിരിക്കുന്നത്. പലസ്തീനികളെ മറ്റ് രാജ്യങ്ങൾ ഏറ്റെടുക്കണം, അവിടെ അവർക്ക് സുഖമായി കഴിയാം. തീരദേശ മേഖലയിൽ നിന്ന് കൂടുതൽ പലസ്തീനികളെ ഏറ്റെടുക്കാൻ ഈജിപ്തും ജോർദാനും സന്നദ്ധരാകണമെന്നാണ് ട്രംപ് തുറന്നടിച്ചിരിക്കുന്നത്. ഗസയുമായി ബന്ധപ്പെട്ട് ഈ ലോകം ഇപ്പോൾ സംസാരിക്കുന്നത് അവിടെ മരിച്ചു വീണ ആളുകളെക്കുറിച്ചാണ്. അതായത് 1.5 ലക്ഷം ആളുകളെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്. ഞങ്ങളതെല്ലാം വൃത്തിയാക്കി, അത് കഴിഞ്ഞു, ഇനി അവശേഷിക്കുന്നവരെ മറ്റ് രാജ്യങ്ങൾ ഏറ്റെടുക്കണം. അങ്ങനെ ഗസയെ പൂർണ്ണമായും വൃത്തിയാക്കാനാണ് ആഗ്രഹിക്കുന്നത് ട്രംപ് പറയുന്നു. ഞാൻ ചില അറബ് രാജ്യങ്ങളുമായി ബന്ധപ്പെടുന്നുണ്ട്. പലസ്തീനികളെ മറ്റൊരു സ്ഥലത്ത് പുനരധിവസിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവിടെ അവർക്ക് സമാധാനത്തോടെ ജീവിക്കാം. ഫലസ്തീൻ അഭയാർത്ഥികളെ സ്വീകരിക്കുന്നതിന് ജോർദാനെ ഞാൻ അഭിനന്ദിക്കുന്നു. നിങ്ങൾ കൂടുതൽ ആളുകളെ ഏറ്റെടുക്കുന്നത് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ട്രംപ് പറഞ്ഞു. ജോർദാനിലെ അബ്ദുള്ള രണ്ടാമൻ രാജാവ് തന്നെ നേരത്തെ വിളിച്ചിരുന്നുവെന്നും ഞായറാഴ്ച ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് എൽ-സിസിയുമായി സംസാരിക്കുമെന്നും ട്രംപ് പറഞ്ഞു. അതേസമയം ആഗോളതലത്തിൽ തന്നെ വൻ പ്രതിഷേധമാണ് ട്രംപിൻ്റെ പ്രസ്താവനയ്ക്കെതിരെ ഉയരുന്നത്. ഇസ്രായേൽ നരകിപ്പിച്ചു കൊന്ന ആളുകളെയാണ് വെറും 1.5 ലക്ഷം ആളുകളെന്ന് പറഞ്ഞ് ചെറുതാക്കിയത്. ഇത് ഗസ ജനതയെ അപമാനിക്കലാണെന്നും പ്രതിഷേധക്കാർ വ്യക്തമാക്കി. ട്രംപിൻ്റെ നിർദ്ദേശത്തെ ഫലസ്തീൻ ഇസ്ലാമിക് ജിഹാദും ശക്തമായി അപലപിച്ചിട്ടുണ്ട്. ഇത് യുദ്ധക്കുറ്റങ്ങളുടെ പ്രോത്സാഹനമാണെന്ന് വിശേഷിപ്പിച്ച ഫലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് ശക്തമായി തന്നെ ഇതിനെ എതിർക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഫലസ്തീൻ അഭയാർത്ഥികൾ വിവിധ ദേശങ്ങളിലേക്ക് പലായനം ചെയ്തു തുടങ്ങിയിട്ട് കാലമേറെയായി. സ്വന്തം മണ്ണ് അന്യമായി തുടങ്ങിയത് പലസ്തീനിലേക്ക് കുടിയേറിയവർക്ക് പാർക്കാൻ ഇടം കൊടുത്തു തുടങ്ങിയതോടെയാണ്. ഇതാണ് ഇപ്പോൾ ട്രംപ് അവസരമായി കാണുന്നത്. ഇത്തരത്തിൽ ഗസയിലുള്ളവരെ പൂർണ്ണമായും അഭയാർത്ഥികളാക്കുക, ജീവിതകാലം മുഴുവൻ ഇതര പൗരസ്ഥരായി മറ്റ് ദേശങ്ങളിൽ ശേഷിക്കുന്നവർ ജീവിക്കണം, ഇനി ഒരിക്കലും സംഘടിക്കാൻ അവർക്ക് അവസരം നൽകാതിരിക്കുക, ഇതൊക്കെയാണ് അമേരിക്കയുടെ മനസ്സിലെന്നാണ് ട്രംപിൻ്റെ പ്രസ്താവനയിൽ നിന്ന് വ്യക്തമാകുന്നത്.